പക്ഷേ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർത്തി കടന്ന് നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശികൾ പെരുകുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ. ഒരു ഞെട്ടലും നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഓപ്പറേഷൻ ക്ലീൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെയാണ് കേരളത്തിൽ നിന്ന് പിടികൂടുന്നത്. ഇവർ ഒറിജിനൽ ആധാർ കാർഡ് പോലും ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരാണ് എന്നാണ് പോലീസ് സംഘവും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥ സംഘങ്ങളും ഒക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പാക്കേണ്ടതിൻ്റെ വളരെ ആവശ്യകതയിലേക്കല്ലേ ഇത്തരം സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്? അല്ല, സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളും പൂർത്തീകരിച്ചാൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും. പക്ഷേ നമുക്കതിനുള്ളൊരു സംവിധാനമില്ല എന്നുള്ളതാണ്. നമ്മുടെ സർക്കാർ സംവിധാനം, നമ്മുടെ നിയമവ്യവസ്ഥ ഇതൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ വന്ന് പിടികൂടി കഴിയുമ്പോൾ മാത്രം നമ്മൾ അറിയുന്നത്. ഞാൻ താമസിക്കുന്ന പറവൂര്, അവിടെ മന്നം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നിരവധി ബംഗ്ലാദേശികളെ പിടികൂടിയാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ അവരെയൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം കൂടി ചേർന്ന് ഇടകലർന്ന് ഇവിടെ പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് അത് അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആധാർ കാർഡ് അടക്കമുള്ള കൃത്രിമമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കുകയും സാധാരണ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നുകയും അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അത് മാറണം. അത് മാറിയില്ലെങ്കിൽ അപകടമാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരെ നമ്മൾ അതിഥി തൊഴിലാളികളെന്നൊക്കെ വിളിച്ച് നമ്മുടെ ഒരു നല്ല വശം കൊണ്ട് സ്വീകരിക്കുമ്പോൾ മറ്റൊരു വശത്ത് എന്താണെന്ന് വെച്ചാൽ അവർ വലിയ തരത്തിൽ അക്രമം നടത്തുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട്. പല സ്ഥലത്തും വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ NH-66 ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ, എൻ്റെ വീടൊക്കെ ഇരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് താമസിക്കും പല ദിവസങ്ങളിലും അവിടെ അടി, കലാപം, ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് ഇങ്ങനെ വന്ന് താമസിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് മോശമായിട്ടുള്ള ചില എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുകയും അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന നിലയ്ക്ക് അവർ കയറി അക്രമത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് കർശനമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ തദ്ദേശവാസികളായിട്ടുള്ള ആളുകളുടെ ജീവിതം കുഴപ്പത്തിലായി തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, ഇത് ശരിക്കും നമ്മളെ മാഷ് പറഞ്ഞ ശരിയാണ്. സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ളൊരു ഞെട്ടലുമില്ല. ഇതൊരു പക്ഷേ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കമായിരിക്കില്ലേ? അതൊരു രാഷ്ട്രീയ പ്രചരണം മാത്രമാണ്. ഇവരുടെ വോട്ട് എന്ന് പറയുന്നതൊന്നും അങ്ങനെ പ്രസക്തമായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെന്തായി കഴിഞ്ഞാലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ഇവരെ സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികളെന്ന് വന്നാൽ അത് ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള വികാരമായിട്ട് മാറിത്തീരും. അതുകൊണ്ട് അവരെ പ്രാദേശികമായിട്ട് നമ്മൾ കാണുമ്പോൾ അങ്ങനെ ആരെയും കാണാറില്ല. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ടുള്ള എല്ലാ ആളുകളും, എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയുള്ള എലിമെൻസിനെതിരാണ് ശരിക്കും പറഞ്ഞത്. അല്ല, ഇതിനെ എതിർക്കാൻ എന്താ അവർക്ക് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചും ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പിടികൂടുന്ന ഇത്തരം പൗരന്മാർ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരെ എതിർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ഒരു വ്യാപകമായിട്ടുള്ളൊരു കുപ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഭയന്നുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള അനധികൃതമായിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത്. അതൊരു വസ്തുതയല്ലേ? മറ്റൊരു കാര്യം കൂടി, പൗരത്വ രജിസ്ട്രേഷൻ ഉടനടി രാജ്യത്ത് നടപ്പാക്കേണ്ടതിൻ്റെ ഒരു വല്ലാത്ത ഒരു ആവശ്യകതയല്ലേ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന ആളുകൾ നമ്മളുടെ ഇടയ്ക്ക് കടന്നുകൂടുകയും നമ്മളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് വേണം, കാഴ്ചപ്പാടുണ്ടാകണം. നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്, CPM നേതൃത്വം നൽകുന്നതായിട്ടുള്ള ഗവൺമെൻറ് ഒരു പ്രത്യേക ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതായിട്ടുള്ള സമീപനം ഉണ്ടായിരുന്നു. ആ സമീപനം വെച്ചുകൊണ്ടാണ് പൊതുവെ പൊളിറ്റിക്കലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ സർക്കാർ അങ്ങനെ കർശനമായൊരു നിലപാട് എടുക്കില്ല എന്ന് പറയുന്ന അഭിപ്രായം ഉയർന്നു വന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഏറ്റവും ശക്തമായിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. കാരണം ഇവരുടെ ആ പ്രീണന സമീപനത്തിന് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, അങ്ങനെ ഈ മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ട്. അങ്ങനെ മാറുമ്പോൾ അവർക്ക് അവരുടെ വോട്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് എത്തുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് അവർ എടുക്കാൻ തുടങ്ങുമ്പോൾ മറ്റു വിഷയത്തിലും അവർക്ക് ആ നിലപാട് എടുക്കാൻ പറ്റും. പക്ഷെ എന്തായാലും ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റും അതുപോലെ പോലീസ് സംവിധാനങ്ങളും കർശനമായിട്ട് ഇടപെട്ടാൽ മാത്രമാണ്
ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ രാജ്യത്തെ സുരക്ഷാ ഏജൻസികളൊക്കെ നടത്തിയ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് ഏതാണ്ട് 70% ആളുകളും ഇത്തരം രീതിയിൽ അനധികൃതമായിട്ട് വരുന്ന ആളുകളും മറ്റ് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് രാജ്യത്ത് കുടിയേറുന്നത് എന്നതാണ്. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലുള്ള തങ്ങളുടെ തീവ്രവാദ സ്വഭാവം രാജ്യത്ത് നടപ്പാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പിടിക്കപ്പെട്ട പല ആളുകൾക്കും ഈ ബംഗ്ലാദേശിൽ അടക്കമുള്ള ഈ അൽഖ്വയ്ദയായിട്ട് അടക്കം ബന്ധമുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇതിനോടകം തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ കർശനമായിട്ട് അവരെ അമർച്ച ചെയ്തില്ലെങ്കിൽ അവർ അപകടങ്ങൾ ഉണ്ടാക്കില്ല. കാരണം അവർക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് അഭയാർത്ഥി എന്ന നിലയ്ക്ക് മാത്രമല്ല അവരിവിടെ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കുക, അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക, അതിന് പണം പറ്റുന്നവരായിരിക്കും ഇവർ. ഈ പറയുന്ന തീവ്രവാദി സംഘടനകളുടെ പണം പറ്റി പ്രവർത്തിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ മാത്രമായിരിക്കും. അപ്പം നമ്മളുടെ ഒരു ഫോഴ്സ്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകളുണ്ട്. ഇനി അവർ ക്ലീനായിട്ട് ഇവരെയൊക്കെ തൂത്തുവാരി പരിശോധിച്ച് ശരിയാക്കിയില്ലെങ്കിൽ അപകടം വളരെ കൂടുതലാണ്. അവർ ശരിയാക്കുന്ന ഒരു പ്രക്രിയയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൗരത്വ രജിസ്ട്രേഷന്റെ ഒരു ആവശ്യകതയും കൂടി പൗരത്വ രജിസ്ട്രേഷനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരേണ്ടി വരും. കാരണം വെച്ചാൽ ഇങ്ങനെ വന്നാൽ നമുക്ക് നമ്മളുടെ നല്ലതായിട്ടുള്ള ആളുകളെ തിരിച്ചറിയേണ്ട ആവശ്യമാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാനും ജോലി ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന അനുവദിക്കുന്നതാണ്. അങ്ങനെ ഭരണഘടന അനുവദിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനായിട്ടുള്ള ആ സൗകര്യത്തെ ഈ പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള അഭയാർത്ഥികൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റു തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടി സഹായകരമായി തീർന്നാൽ നമ്മുടെ ജീവിതം വളരെ അസ്വസ്ഥമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെ പല ആളുകളും ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ മാനവികതയൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് പല ആളുകളും ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ണടയ്ക്കുന്നത്. അവർക്ക് മനുഷ്യരല്ലേ, അവർ ദാരിദ്ര്യം കൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, അവർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ന്യായീകരിക്കുന്നവർ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മാനവികതയുടെ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അപകടങ്ങൾ ഇവർ കാണുന്നില്ല. അല്ല, അപകടം കാണണം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കുന്തം പോലെയാണ് ഇവരുടെ ഈ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭീകരപ്രവർത്തകർ. കാരണം അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനം നടത്തലാണ്. അതിനവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അഭയാർത്ഥികളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളെ മനുഷ്യ കവചങ്ങളാക്കി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് എളുപ്പത്തിലൊക്കെ തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. പക്ഷേ അന്വേഷണ ഏജൻസികളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഇവരുടെ കയറി അന്വേഷണം നടത്തുക, പരിശോധിക്കുക, ആരാണ് അനധികൃതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചുറ്റുപാടും വട്ടം കറങ്ങുന്നവരെ കണ്ടെത്തുകയും ജയിലിലടക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നതാണ്. അത് തീവ്രമായിട്ട് ചെയ്യേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഞെട്ടിപ്പോയി ഈ വന്നത്തൊക്കെ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ വന്ന് എന്ന് നമ്മളുടെ എൻ്റെ വീടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണത് ശരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല ശരിക്കും. അങ്ങനെ വന്നാൽ സാധാരണ നോർമൽ കേസിൽ ഒരു പ്രശ്നമില്ല, ആരെങ്കിലും വന്ന് ജോലി ചെയ്യുന്നു പോകുന്നു. പക്ഷേ അതിന് പകരമായിട്ട് അവർ ഈ ഇവരുടെ ഭീകരവാദികളുടെ ഉപകരണങ്ങളായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതം കൊണ്ടേ പോകുള്ളൂ. അപ്പം അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും. വളരെ ഗൗരവമായിട്ട് ഇതിനകത്ത് അന്വേഷണ ഏജൻസികൾ കടന്നു ചെല്ലുകയും അന്വേഷണം നടത്തുകയും ഇവരെ കണ്ടെത്തുകയും ജയിലിലടക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും.